അങ്ങനെ കേരളത്തിന് BJPക്ക് പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വയമായി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യങ്ങൾ പറയാൻ മാത്രമേ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൂ. 2023 ഒക്ടോബർ 29 നാം മറക്കാൻ വഴിയില്ല. കാര്യം അന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കളമശ്ശേരി സ്ഫോടനം നടന്ന ദിവസം. കേന്ദ്ര സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അന്ന് എന്തായിരുന്നു ട്വീറ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് സ്വയം പരിചയപ്പെടുത്ത ഈ ബബ്ബ അടിക്കുന്ന മനുഷ്യനെ ആരും കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുത്. അത് നമുക്ക് കണ്ടു നോക്കാം. ഹമാസിന്റേതിന് സമാനമായ ഭീകരാക്രമണം എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അന്ന് ആരോപിച്ചത്. വിഷം എന്നല്ല, കൊടും വിഷം, വെറും വിഷമല്ല, അതൊരു ആക്ഷേപമല്ല, അദ്ദേഹത്തിന് അലങ്കാരമായിട്ടില്ലേ കാണുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വിഷം അന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഇപ്പൊ കൊടും വിഷം എന്ന് പറയും. അറിയുള്ളൂ. അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ലേ? അദ്ദേഹം കൊടും വിഷമല്ലേ? അവസാനം പ്രതിയെ കണ്ടെത്തിയപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി മാർട്ടിൻ തന്നെയായിരുന്നു. നേരെ മറിച്ച് അതൊരു മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിലുള്ള കോലാഹലങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. മാർട്ടിൻ പ്രതിസ്ഥാനത്ത് എത്തിയിട്ട് പോലും അദ്ദേഹം പറഞ്ഞ തെറ്റായ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഈ നിമിഷം വരെയും. അത്രയ്ക്ക് വർഗീയ വിഷം ഉള്ളിൽ പേർന്ന ഒരു മനുഷ്യനാണ് കേരളത്തിലെ BJP അധ്യക്ഷനായി കാലുകുത്തിയിരിക്കുന്നത്. അവർക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒട്ടനവധിയുണ്ട്. രാഷ്ട്രീയ നിയതവും ആയിക്കോട്ടെ, നമുക്ക് വർഗീയത വേണ്ട, നമുക്ക് രക്തച്ചൊരിച്ചിലുകൾ വേണ്ട. BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയം മാത്രമാണ്. അവർക്ക് വർഗീയ പ്രീണനം മാത്രമേ അറിയൂ. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. കളമശ്ശേരി സ്ഫോടന സമയത്ത് അദ്ദേഹം വർഗീയ വിഷം ചീറ്റിയത് നിമിഷ നേരം കൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറന്നു. എങ്ങനെ മറക്കാതിരിക്കും? ശാഖയിൽ തിരികൊളുത്താൻ പോയ മനുഷ്യനല്ലേ. പിന്നെ അത് മറന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. നമ്മൾ അവരോടല്ലോ, വ്യക്തികളോടല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് തുടരും. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു BJPയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല.